ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശം അല്പമായിട്ട് ചിന്തിക്കാം. അതായത് ഇസ്രയേലിൻ്റെ ഭാവി ഈ വിഷയമാണ്. ഈ വിഷയത്തിൽ ഞാൻ മറ്റ് പണ്ഡിതന്മാരെ അപേക്ഷിച്ച്, മറ്റ് ടീച്ചർമാരെ അപേക്ഷിച്ച് ഏറ്റവും പുറകിലാണ്. എന്നാൽ എന്നേക്കാൾ ഒത്തിരി നന്നായിട്ട് ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. റോമാലേഖനം 11:1 ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് ഉത്തരവും താൻ തന്നെ പറയുക, ഒരു നാളുമില്ല. ഞാനും ഇസ്രായേല്യനല്ലയോ? അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ടയാളല്ലേ? ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെയല്ലേ ഞാൻ ജനിച്ചത്? ദൈവം വളരെ മുന്നമേ തിരഞ്ഞെടുത്ത തൻ്റെ ജനമായ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് താൻ പഴയ ചരിത്രം പറയുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു. ആഹാബ്, ഇസബേൽ എന്ന് തുടങ്ങിയ ഒരു ഭരണാധിപനും കൂട്ടരും അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു എന്ന് ഏലിയാവ് സങ്കടത്തോടെ ദൈവത്തോട് പറയുക. ഇസ്രായേലിലെ പ്രവാചകന്മാരെ കൊന്നു, യാഗപീഠങ്ങൾ ഇടിച്ചു, ദേവാലയം തകർത്തു. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം ഈ ബൈബിളിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രമാണ് കൂടുതലും. ഞങ്ങളീ പ്രസംഗിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെൻ്റ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. പക്ഷെ അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി, അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പകുതിയിലധികം പേജ് എടുത്തിരിക്കുക ഇസ്രായേൽ ചരിത്രമാണ്. എന്നിട്ട് ആ ഇസ്രായേലിൽ നിന്നാണ് യേശു വരുന്നത്. എന്തിനാ അങ്ങനെ കൂട്ടിച്ചേർത്തത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതെല്ലാം മറ്റൊരവസരത്തിൽ പഠിക്കാം. അപ്പം ഇങ്ങനെ ഇസ്രായേൽ വല്ലാതെ സങ്കടപ്പെട്ട ഒത്തിരി കാലമുണ്ട്. അതിലൊരെണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് മോശ ജനിക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കൾ കൂട്ടക്കരച്ചില്ല. ഇസ്രായേൽ മക്കളെ ഈജിപ്ഷ്യൻ ചക്രവർത്തികൾ അടിമവേല ചെയ്യിപ്പിക്കുക. മൃഗത്തെ പോലെ പണിയെടുപ്പിക്കുക. പോത്തിൻ്റെ കഴുത്തിൽ നുകം വെച്ച് പണിയെടുപ്പിക്കുന്ന പോലെ മനുഷ്യൻ്റെ കഴുത്തിൽ നുകം വെച്ചിരുന്ന കാലങ്ങളുണ്ട്. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു എന്നൊരു വാക്യം സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്. അടിമവേലയിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ്. അപ്പം അന്ന് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. പിന്നീട് ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച കഥയാണ് റോമർ 11 പറയുന്നത്. എന്നിട്ടും ഏലിയാവ് നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ വന്നപ്പം ഏലിയാവ് കിടന്ന കാര്യമോ, കർത്താവ് ഞാൻ ഒരാളേ ഉള്ളൂ. ഏലിയാവ് പറയുക, ഞാനൊരാളെ പ്രാർത്ഥിച്ചാവല്ലോ ഇവിടെ കാര്യം നടക്കുമോ? അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി കേൾക്കണം. ബാലിനും മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ഏലിയാവേ, ഇസ്രായേൽ നിൻ്റേതൊന്നുമല്ല, നിനക്ക് പറ്റുന്ന നീ ചെയ്താൽ മതി. ഇസ്രായേൽ എൻ്റേതാ, ഞാൻ നോക്കിക്കോളാം. നീ ഒരാളൊന്നുമല്ല. ഇത്രയും ക്രൂരകൃത്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ 7000 പേര് എനിക്ക് വേറെയുണ്ട്. ഇപ്പം 7000 ഒന്നുമല്ല. ഇപ്പം നമ്മൾ പറയുന്നു ട്രംപാണ് രക്ഷകനെന്ന്. ട്രംപൊന്നുമല്ല. ഒരു സമയത്തേക്ക് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതുപോലും ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടിയായിരിക്കും. അതൊക്കെ ഓരോ ദൗത്യങ്ങളാണ്. പക്ഷെ ഇവിടം കൊണ്ട് ഇത് ക്ലോക്ക് തിരിയെന്ന് തോന്നുന്നില്ല. ഒരു എപ്പിസോഡും കൂടെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. ബൈബിൾ പ്രവചനങ്ങളിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുക. അതെന്താന്ന് അടുത്ത ദിവസം പറയാം. ഒരു കാര്യം ഓർക്കുക, അന്നൊരു മോശ എഴുന്നേൽപ്പിച്ചു, പിന്നീടൊരു ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു, ഇനിയും യേശു ക്രിസ്തുവിനെ എഴുന്നേൽപ്പിക്കും. അപ്പോഴേ ഈ
എപ്പിസോഡ് പൂർത്തിയാകത്തുള്ളൂ. നാളെ ഇത് വിശദീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.